I I love you, Kiran. Kiran? ഹായ് അഞ്ജലി. എടോ ഇതൊന്ന് പിടിച്ചേ. Kiran, മേലെ പോ. ഹായ്. അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതെന്ത് വർത്താനോടോ, ഞാൻ തന്നെ മറക്കൂ? ഭാഗ്യം. ഞാൻ കരുതി കിരൺ എന്നെ തിരിച്ചറിയില്ലെന്ന്. ഒന്ന് പോയേ. എന്നെ മനസ്സിലായല്ലോ. ഐ എം സോ ഹാപ്പി. വാ ദുർഗ, ഇത് അഞ്ജലി, എന്റെ കോളേജ് മേറ്റാ. ഹായ്. ഇതാരാ? വൈഫാണോ? ഏയ് അല്ല, ഇതെന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ ദുർഗ. ഹായ് ദുർഗ. ഹായ്. സത്യം പറയാലോ, നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്തിന്? അല്ല, ഇനിയിപ്പോ തന്റെ കല്യാണം എങ്ങാനും കഴിഞ്ഞൊന്ന്. ഹേയ്, നോ നോ നോ, അങ്ങനൊരു പേടിയേ വേണ്ട. ഞാൻ സിംഗിളാ. എന്റെ കല്യാണാണ്. ആഹാ, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. പക്ഷേ എനിക്ക് ഈ വിവാഹത്തോട് യാതൊരു താല്പര്യമില്ല. അതും തോറ്റി. അത് എനിക്ക് വേറൊരാളെ ഇഷ്ടം.
എങ്കിൽ പിന്നെ അത് വീട്ടിൽ പറയായിരുന്നില്ലേ? അതിനൊരു ചെറിയ കുഴപ്പമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആളോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. എങ്കിൽ താനത് അയാളോട് കാര്യം പറ. എങ്കി പറയട്ടെ. പറയുന്നേ. ഞാൻ പറയും. ആ. ഐ ഐ ഐ ഐ ലവ് യു കിരൺ. എനിക്ക് കിരണിനെ ഒരുപാട് ഇഷ്ടാ. ആഹാ, അത് ശരി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് പറയാൻ ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. കോളേജ് കഴിഞ്ഞ് ഞാൻ തന്നെ കുറെ അന്വേഷിച്ചതാ, പക്ഷെ ഒരു ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയില്ല. എന്റെ ഭാഗ്യം കൊണ്ടാ നിന്നെ ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയത്. അല്ല, കിരണൊന്നും പറഞ്ഞില്ലല്ലോ. അത് ദുർഗ, അല്ല സോറി അഞ്ജലി, അത് ഞാൻ. അതെ, ഞാൻ പോവാ. കിരൺ വരുന്നുണ്ടെങ്കി വാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പതിയെ വന്നാലും മതി. ഏയ് അഞ്ജലി, അല്ല സോറി ദുർഗ, ഞാൻ കൂടെ വരുന്നു. അഞ്ജലി, നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എനിക്കൊരു മറുപടി തരണം. കിരണിന്റെ മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ബൈ. ദുർഗ, കിരൺ എന്താ അവളോട് മറുപടി പറയാതിരുന്നത്? പോകാൻ ധൃതി വെച്ചിട്ട് താനത് വണ്ടി കയറാത്തെ? ഓ, അപ്പൊ ഞാനാണ് കുറ്റക്കാരി. ബെസ്റ്റ്. അല്ല, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടുന്നുണ്ടോ?